ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ധാതുവാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയാരോഗ്യവും നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു ധാതുവാണ് പൊട്ടാസ്യം. മാത്രമല്ല, നമ്മളുടെ ഇടയ്ക്കിടയ്ക്കുള്ള മെൻ്റൽ ചേഞ്ചസ്, അതായത് മൂഡ് സ്വിങ്സിനെയൊക്കെ ഇടയാക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ ബാലൻസ് ചെയ്യാനും കോശങ്ങൾക്കുള്ളിൽ ദ്രാവകത്തിൻ്റെ അളവ് നിലനിർത്താനും നിർജ്ജലീകരണം തടയാനൊക്കെ പൊട്ടാസ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് നമുക്ക് പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. നമ്മൾ മറ്റെന്തെങ്കിലും അസ്വസ്ഥകളായിരിക്കാം എന്ന് കരുതി നമ്മളത് മാറ്റി നിർത്തും. പക്ഷേ എന്തൊക്കെ ലക്ഷണങ്ങളാണ് പൊട്ടാസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് പേശിവലിവും പേശിവേദനയുമാണ്. പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമുള്ള പ്രധാന ലക്ഷണങ്ങൾ ബലഹീനത ഉണ്ടാവാം, മരവിപ്പുണ്ടാവാം, ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, ഹൃദയത്തിൻ്റെ താളം പെട്ടെന്ന് കൂടുന്നതായിട്ട് തോന്നുക, അതേപോലെ തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. കൂടാതെ ചിലർക്ക് ദഹന പ്രശ്നങ്ങളും മലബന്ധം, ശ്വസന പ്രശ്നങ്ങൾ, എപ്പോഴുമുള്ള ദാഹം, എപ്പോഴും മൂത്രം പോവുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അതായത് പെട്ടെന്ന് വിഷമം, പെട്ടെന്ന് സന്തോഷം എന്നിങ്ങനെ കടന്നു വരിക, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം എന്നിവ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ കുറയുന്നതുകൊണ്ടുള്ള പ്രധാന ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പ്രധാനമായും വാഴപ്പഴം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പൊട്ടാസ്യം കുറവിനെ പരിഹരിക്കാൻ സാധിക്കും. ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും. പിന്നീടുള്ളത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിലും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ നമ്മൾ ഈ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ഓറഞ്ച്, ഒരു ഇടത്തരം ഓറഞ്ചിൽ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്കറികളിൽ പ്രധാനമായിട്ടും ചീരയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അവക്കാഡോ ഇപ്പം സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ അവക്കാഡോയിലും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നീടുള്ള സാൽമൺ ഫിഷിലും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ഇവ കഴിക്കുന്നത് വഴി നമുക്ക് പൊട്ടാസ്യം കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.